Meet the editors. ആശങ്കയിലാണോ മുന്നണികൾ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു ആശങ്ക പാലക്കാടുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് തോന്നുന്നു. കാരണം സ്ഥാനാർത്ഥികളുടെ പ്രതികരണം, നേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ എല്ലാവരും മുഖത്ത് പറയുന്നത് ആത്മവിശ്വാസം ഉണ്ട് എന്ന രൂപത്തിലാണെങ്കിലും പക്ഷെ മുഖത്ത് അങ്ങനെയല്ല. ഈ പാലക്കാട് മാത്രമല്ല, ചേലക്കരയിലും ഒക്കെ വളരെ ടൈറ്റായ മത്സരമായിരുന്നു. ഇപ്പോൾ വയനാട് മാത്രമാണ് ഏകപക്ഷീയമായൊരു മത്സരം നടന്നത്. വയനാട്ടിൽ തന്നെ എന്താ സംഭവിച്ചത്? വയനാട് ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും മോശപ്പെട്ട പോളിംഗ് അവിടെ ഉണ്ടായത്. 7-8% കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചേലക്കരയിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയെങ്കിലും ശതമാനം കുറഞ്ഞു. പാലക്കാടും അതുപോലെ തന്നെ വിചാരിച്ചത്രയും ഒരു ഹൈപ്പ് ഉണ്ടായില്ല അല്ലേ? കാരണം വെച്ചാൽ പാലക്കാട് ഈ വിവാദ വിഷയങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ടേൺ ഔട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത്രയും വലിയൊരു ടേൺ ഔട്ട് വന്നിട്ടില്ല. ഏതായാലും ഈ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇന്നിപ്പം ഞാൻ ട്രൂ കോപ്പി തിങ്കിൻ്റെ കെ കണ്ണൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു ഭാഗം വായിക്കാം. നല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നൊരു വലിയ സൂക്ഷ്മ നിരീക്ഷണമാണത്. അതായത് ഒരു രാഷ്ട്രീയ CPM-നും കോൺഗ്രസിനും BJP-ക്കും പരസ്പരം പ്രത്യയശാസ്ത്രപരമായ കൊടുക്കൽ വാങ്ങൽ നടത്താമെന്ന് വന്നിരിക്കുന്നു. അതായത് ഈ 3 പാർട്ടിക്കാർക്കും ഒരാശയക്കുഴപ്പവുമില്ലാതെ പരസ്പരം വോട്ട് ചെയ്യാം. അങ്ങനെയല്ലല്ലോ മുമ്പ് സംഭവിക്കുക. ഇപ്പോൾ വോട്ടിംഗ് പ്രക്രിയ കുറേ കൂടി ഫ്ലെക്സിബിൾ ആയി എന്നർത്ഥം. പീസരിൻ വഴി കോൺഗ്രസ് വോട്ടുകളാണ് CPM ലക്ഷ്യം വെക്കുന്നത്. അതൊരു വിചിത്രമായ സംഭവമാണല്ലോ. പീസറിനെ എടുത്തിപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസ് വോട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സന്ദീപ് വാര്യർ വഴി BJP വോട്ടുകൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു. ഇപ്പോൾ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJP-യും വോട്ട് ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ കേഡർ വോട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ മാറിയിട്ട് വോട്ടിംഗ് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നു എന്നുള്ളത് പാലക്കാട്ടത്തെ ഒരു വിചിത്രമായ ഒരു നല്ല നിരീക്ഷണമാണ് കാണാൻ്റെ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ കൗതുകരമാണ്. അപ്പം ചേലക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ ആര് വിജയിച്ചു വരുമെന്ന ആശങ്ക ഈ നിമിഷവും എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയുള്ള ഒന്ന് തന്നെയാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെയാണ്. അത്ഭുതകരമായ അട്ടിമറി അവിടെ BJP നടത്തും എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. കെ സുരേന്ദ്രൻ്റെ ആത്മവിശ്വാസമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ എന്താ പറയുക, സരിൻ അവിടെ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. കാരണം എന്താ, CPM-ന് അവിടെ സാധ്യതയുള്ളൊരു മണ്ഡലമല്ല, മറിച്ച് കോൺഗ്രസിനാണ് അവിടെ സാധ്യതയുള്ള മണ്ഡലം. അത് അവിടെ നിലവിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഒരു അട്ടിമറി വിജയം ഇക്കുറി നടത്താൻ കഴിയും വിധത്തിലൊരു കൃഷ്ണകുമാർ തരംഗം എന്തായാലും വിസിബിൾ അല്ല. ഞാൻ ആ പാലക്കാട് മണ്ഡലത്തിൽ സഞ്ചരിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഏതായാലും ഇനി ഒരു 24 മണിക്കൂർ കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണലായി. അപ്പോൾ 11 മണിയോടുകൂടി ആ വിവരം അറിയാൻ കഴിയും. ചേലക്കര പ്രവചനാതീതമായി നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ വോട്ടെണ്ണലിൻ്റെ ഒരു തലേ ദിവസമൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും മുഖത്ത് കാണാം. അത് എല്ലാ മുന്നണികളുടെയും മുഖത്ത് കാണാം കുറച്ചൊക്കെ. പക്ഷേ പാലക്കാട് മാത്രമാണ് ഈ കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് BJP-ക്കാരെ കാണുന്നത്. അതേസമയം ചേലക്കരയിലാണെങ്കിൽ കോൺഗ്രസിനും CPM-നും ടെൻഷനുണ്ട്. ഇവിടെ പാലക്കാടാണെങ്കിൽ കോൺഗ്രസിനും CPM-നും ടെൻഷനുണ്ട്. ചേലക്കരയിൽ BJP-ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അവരവിടെ വളരെ പിന്നിലായിട്ട് നിൽക്കുന്നൊരു സ്ഥാനാർത്ഥി ആണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ വോട്ട് വർദ്ധിപ്പിക്കും BJP പ്രാവശ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വയനാട് BJP-ക്കും ടെൻഷനില്ല, കോൺഗ്രസിനും CPM-നും ടെൻഷനില്ല. പക്ഷേ ഈ കൗതുകരമായ റിസൾട്ടായിരിക്കും. നമ്മൾ നേരത്തെയൊക്കെ വിലയിരുത്തിയിട്ടുള്ളതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അവസാനത്തെ ഈ പോളിംഗ് ശതമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകുന്നത്. ഞാനും കരുതുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ നേരത്തെ ഇവർ അവകാശപ്പെട്ടതുപോലെ 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷം എന്നുള്ളത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് ശതമാനം നോക്കൂ. കഴിഞ്ഞ തവണ അത് 77.32 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 67.64 കുറഞ്ഞിരിക്കുന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലാണ് എന്നുള്ളതൊരു സൂചനയാണ്. കാരണം നഗരസഭയാണ് BJP-ക്കൊപ്പം നിന്നിട്ടുള്ളത്. അതായിരുന്നു അവരുടെ ആത്മവിശ്വാസം. ഇന്നലെ പുറത്തു വന്ന കണക്കുകളിൽ നിന്ന് പ്രാഥമികമായ കണക്കുകളായിരുന്നു. ആ കണക്കുകളിൽ നഗരസഭയിൽ കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. അതായിരുന്നു ഒരുപക്ഷെ കെ സുരേന്ദ്രൻ്റെ ഒരു വലിയ പ്രതീക്ഷയും. അതാണ് ഈ പോളിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പോസ്റ്റ് ഇടാനൊക്കെ അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. അത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ 10-15 എന്ന കണക്കിലേക്കൊന്നും എത്തില്ലെങ്കിലും ഒരു 7,000 വോട്ട്, 5,000 മുതൽ 7,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു കാര്യം, പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എവിടേക്കൊക്കെ കുറഞ്ഞു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ മൂത്താൻ തറ, വടക്കൻ തറ, കൽപ്പാത്തി എന്നിവിടങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്.
സാധ്യതയുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട സൂചനയായി കാണേണ്ടതുണ്ട്. അപ്പോൾ പാലക്കാട് സംബന്ധിച്ച് ചെറിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരിക്കും ഇപ്പോൾ കോൺഗ്രസിന് ലഭിക്കുക. അതേസമയം സ്ഥാനാർത്ഥികളെ എടുക്കുന്നതിൽ, നേതാക്കളെ സ്വീകരിക്കുന്നതിലൊക്കെ എടുത്തിരിക്കുന്ന പാർട്ടികൾ എടുത്തിരിക്കുന്ന സമീപനം, ഓരോ പാർട്ടിക്കും ഉള്ള ഒരു നിലപാട്, ആ നിലപാട് മാറ്റം ആളുകളെ സ്വീകരിക്കുന്നതിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന നിലപാട് മാറ്റം അത് പ്രധാനമാണ്. അതാണ് ഒരുപക്ഷെ ആ ലേഖനത്തിൽ പറഞ്ഞത് പ്രകാരം അല്ലേ യഥാർത്ഥത്തിൽ അതാണ് അത്രയും ഫ്ലെക്സിബിൾ ആകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തന്നെയുള്ള വ്യത്യാസം തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യാസമില്ലെങ്കിൽ എന്ത് വിശ്വസിച്ചിട്ടാണ് വോട്ടർമാർ ബൂത്തിലേക്ക് വരേണ്ടതെന്നൊരു വിഷയം കൂടിയുണ്ട്. വോട്ടർമാർ കൂടുതൽ മാറി നിന്ന വോട്ടർമാർ ആ നിലയ്ക്ക് കൂടി കാണേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിലല്ലാത്ത ഒരു വിജയം കോൺഗ്രസ് ലഭിക്കും. അതേസമയം ചേലക്കരയിലും ഈ പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ചാണ് ഇപ്പോഴും കോൺഗ്രസ് അവകാശപ്പെടുന്ന അവർ വിജയിക്കുമെന്നുള്ളതാണ്. അത് പക്ഷേ ഒരു 1500-2000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും വിജയം സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും ശക്തമായ പോരാട്ടം അവിടെയും നടക്കുന്നതാണ്. വയനാട്ടിനെ സംബന്ധിച്ചൊരു മാറി ചിന്തിക്കലില്ല. പക്ഷേ അവിടെ പോളിംഗ് കുറഞ്ഞത് ആ ഭൂരിപക്ഷവുമായി സംബന്ധിച്ച് കണക്കുകൾ സംബന്ധിച്ച് ഒരു ചെറിയ കുറവ് വരുത്താനിടയുണ്ട്. അത്രയുമാണ് എനിക്ക് തോന്നുന്നത്. ആശങ്കയിൽ തന്നെയാണ് എല്ലാ നേതാക്കളും ഇപ്പോഴും പ്രതികരിക്കുമ്പോൾ. അങ്ങനെ ഒരു തുറന്ന ചിരിയോ വലിയ ആത്മവിശ്വാസമോ പ്രകടിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ ആ ആത്മവിശ്വാസം പ്രതീക്ഷിച്ച കണക്കുകളിലേക്ക് പോളിംഗ് ശതമാനം തന്നെ എത്താത്തതുമാണ്. അവരുടെ വോട്ട് ബാങ്കായി കരുതിയിരുന്ന പലയിടത്തും വലിയ തോതിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും പാർട്ടികൾ അവരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം പലതരത്തിലും പല തലകളും ഉരുളാൻ സാധ്യതയുണ്ട്. പലതരത്തിലും വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല രൂപത്തിൽ പാർട്ടിയിലെ തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ വരെ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട്. പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ മേടിച്ചതിനേക്കാളും കൂടുതൽ 29,000 സംതിങ് വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഈ ശ്രീധരൻ അതിനേക്കാളും കൂടുതൽ ഒരു 5000 വോട്ടിൻ്റെയെങ്കിലും വ്യത്യാസം ഈ ശ്രീ കൃഷ്ണകുമാർ വരുത്തേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട വോട്ടുകൾ അധികം കിട്ടിയാൽ മാത്രമേ ഒരു 5000 വോട്ടിനധികം വരെ കിട്ടാൻ സാധ്യതയുള്ളൂ. ആ ഒരു ട്രെൻഡ് മാത്രമേ BJPയെ വിജയത്തിലേക്ക് നയിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈ പറഞ്ഞ ഈ ശ്രീധരനേക്കാൾ വോട്ട് ശ്രീ കൃഷ്ണകുമാർ കൂട്ടണം. രണ്ടാമത്തെ കാര്യം പെരായിരി പഞ്ചായത്തിലും കണ്ണാടിയിലും മാത്തൂരിലാണെങ്കിലും അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP നിലനിർത്തിയ വോട്ടുകൾ നിലനിർത്തിയാൽ തന്നെ BJPക്ക് വിജയിച്ച് കയറാൻ പറ്റും. പക്ഷേ എന്താണ് അതിനേക്കാളും കൂടുതൽ വോട്ടുകൾ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന് കൂട്ടാൻ പറ്റിയാൽ അത് ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. പക്ഷേ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ എത്ര ശതമാനം വോട്ട് ഒരു 2000-3000 വോട്ടൊക്കെ ആയിരിക്കും മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഡ് നിശ്ചയിക്കാൻ പോകുന്നത്. ആര് ജയിക്കും ജയിക്കില്ല എന്ന് തീരുമാനിക്കാൻ പോകുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണിയിൽ എന്തായാലും കോൺഗ്രസും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു എനിക്ക് പരിചയമുള്ള നേതാക്കന്മാരെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ആരും ഒരു ഉറപ്പ് പറയുന്നില്ല. യെസ് എന്നൊക്കെ മൂളി പറയുന്നതിനേക്കാൾ അപ്പുറം ഒന്നും കാര്യമായിട്ടൊരു ഉറപ്പ് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആര് ചോദിച്ചാലും BJP ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതിനകത്ത് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കൂട്ടിനേക്കാളും കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാളും കുറയാൻ സാധ്യതയില്ല. എങ്ങനെയാണെങ്കിലും സരിൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും ഒരു 10,000-3000 വോട്ടിൻ്റെയെങ്കിലും വർധന ഉണ്ടാവേണ്ടതാണ്. കുറച്ചും കൂടെ കൂടാനും സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പം പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അവർക്ക് 3 പേർക്കും ആശങ്കയുണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം CPMനും അതിന് ഇടതുപക്ഷത്തിനും UDFനും വളരെ രീതിയിൽ ടെൻഷൻ കൊടുക്കുന്ന ഒരു മണ്ഡലമായി ചേലക്കര മാറി എന്നുള്ളതാണ്. ചേലക്കരയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPMനെ കൂടുതൽ വിഷമത്തിലാക്കുന്നത് എന്നുള്ളതാണ്. കാരണം 39,000 വോട്ട് ലീഡ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലം അവരുടെ കയ്യിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആ മണ്ഡലം നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു തുറുപ്പുചീട്ടായി മാറാൻ ചേലക്കരയ്ക്ക് സാധിക്കും എന്നുള്ളത്. അവിടെ ചേലക്കരയിൽ UDF ജയിക്കുക എന്ന് പറഞ്ഞാൽ ആന്റി ഇൻകംബൻസിയാണ്. കാരണം 39,000 വോട്ടിൽ നിന്നും ജയം എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതൽ വേണം. 40,000 വോട്ടിന് മേലെ അദ്ദേഹം CPMന്ന് പിടിച്ചെടുത്താൽ മാത്രമാണ് രമ്യ ഹരിദാസിന് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കുക എന്നുള്ള വലിയ കാര്യമാണെന്ന് കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് VD സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമായി മാറും എന്നുള്ളതാണ്. പക്ഷേ പാലക്കാട് നഷ്ടപ്പെട്ടിട്ട് ചേലക്കര കിട്ടിയാൽ അത് അതിനേക്കാളും വലിയ
പ്രശ്നത്തിലേക്ക് പിന്നെയും പോകും. അപ്പം 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും പറയാനില്ല. കാരണം അത് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അതിൽ ലീഡ് മാത്രമേ, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ട് മാത്രമല്ല, അതൊരു 3 ലക്ഷത്തിന് മേളിലേക്ക് പോയില്ലേ അതിന് മറുപടി പറയേണ്ടി വരും. മനസ്സിലായി, 3 ലക്ഷത്തിന് മേലേക്ക് അതിൻ്റെ ലീഡ് നില പോകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് 2 മുന്നണികളെ, പാലക്കാട് BJPനെയും അടക്കം അവരെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. പക്ഷേ എന്തായാലും ഇത് ഏത് മുന്നണി ഏത് ഭാഗം ജയിച്ചാലും ഒരു വിഭാഗത്തിൻ്റെ നേതാക്കന്മാർക്ക് പണിയായിരിക്കും എന്നുള്ളതാണ്. CPM ചേലക്കര CPM തോറ്റാൽ അവരുടെ CPM നേതാക്കന്മാർക്ക് പ്രശ്നമായിരിക്കും. പാലക്കാട് കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസിൻ്റെ ED സതീശൻ അടക്കമുള്ള നേതാക്കന്മാർക്കത് പ്രശ്നമായി മാറും എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. BJPയും അത് തന്നെയാണ്. BJPക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ ഒരു നേട്ടവും തേരോട്ടവുമായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ 3 നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിറഞ്ഞതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്ത മണിക്കൂറുകൾ. 23-ാം തീയതി ക്ലിയർ ആവും. എത്ര മണിക്കൂറുണ്ട്? അല്ല, രാവിലെ 23-ാം തീയതി 8 മണിക്കല്ലേ തുടങ്ങും. ടെൻഷനൊന്നും ഇല്ലാത്ത പ്രേക്ഷകർ മലപ്പുറത്തുണ്ടെങ്കിൽ നാളെ രാവിലെ അരുൺ സാറിന്റെ പ്രോഗ്രാം ഫുട്ബോൾ ആരാധകർക്ക് പോയി അതെ മലപ്പുറത്താണ്. മലപ്പുറത്താണ്. അത് ആഘോഷിക്കുക. മറ്റന്നാൾ നമുക്ക് ഹോട്ടൽ ആഘോഷിക്കാം. അതെ. അപ്പോൾ ആശങ്കയിലോ മുന്നണികൾ എന്നുള്ള ചോദ്യത്തിനും 3 പേർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. ആശങ്കയിൽ തന്നെയാണ് മുന്നണികൾ. Meet the editors.